ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ദിൽഷാദ് ഫിറ്റ്നസ് യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിമ്മിൽ പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മസിൽ ഗെയിൻ ചെയ്യുക എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നാച്ചുറൽ ആയിട്ട് നമുക്ക് എങ്ങനെയാണ് മസിൽ ഗെയിൻ ചെയ്യാനും അതുപോലെ തന്നെ വെയിറ്റ് ഗെയിൻ ചെയ്യാനും വേണ്ടി നടക്കുക, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിന് സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഓക്കെ, Yes. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്? നമ്മൾ നല്ല കലോറി കൂടുതലുള്ള ഫുഡ് കഴിക്കുക. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. കലോറി കൂടുതലുള്ള ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വലിച്ചു വാരി കഴിച്ച് ആ ഫുഡും ഈ ഫുഡും കഴിക്കലല്ല. കലോറി കൂടുതലുള്ള ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ബൾക്കിങ്ങിന് വേണ്ട കലോറി, അതായത് ഗെയിനിങ്ങിന് വേണ്ട കലോറി എത്രയാണ് ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കും? അത് സംശയം. അപ്പൊ അതിന് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗ്ഗം ഉണ്ട്. നേരെ ഗൂഗിളിൽ കയറുക, അതിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കലോറി കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആപ്പുകൾ ഉണ്ട്, അല്ലെങ്കിൽ പല ഇതുകളും ഉണ്ട്. അപ്പൊ അതിൽ കയറിയിട്ട് നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന നമ്മുടെ വെയിറ്റ്, ഹൈറ്റ്, നമ്മുടെ വർക്കൗട്ടിന്റെ രീതി, കാര്യങ്ങൾ ഒക്കെ നമ്മൾ അവർ പറയണ പോലെ അങ്ങോട്ട് ചെയ്ത് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊരു റിസൾട്ട് വരും. അത് അതിലുണ്ടാവും നിങ്ങളുടെ മെയിൻ്റനൻസ് കലോറി എത്രയാണ്, നിങ്ങളെ കട്ടിങ് കലോറി എത്രയാണ് വേണ്ടത്, നിങ്ങൾക്ക് ബൾക്ക് ചെയ്യാനുള്ള കലോറി എത്രയാണ് വേണ്ടതെന്ന്. അപ്പൊ ആ കലോറി വാല്യൂ കണക്ക് കൂട്ടിയിട്ട് വേണം നമ്മൾ നമ്മുടെ കലോറി ഉള്ള ഫുഡ് കൂടുതൽ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ മെയിൻ ആയിട്ട് നമ്മുടെ കലോറിയിൽ ഉൾപ്പെടുത്തേണ്ട ഫുഡുകൾ എന്തൊക്കെയാണ്? കാർബ്സ് ഫുഡ് നമ്മൾ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ പ്രോട്ടീൻ ഉൾപ്പെടുത്തണം, അതുപോലെ തന്നെ ഫാറ്റ്സും ഉൾപ്പെടുത്തണം. കാർബ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മൾ കഴിക്കുന്ന അരി ആഹാരങ്ങളെല്ലാം കാർബ്സ് ആണ്. അതുപോലെ തന്നെ ഓട്സ് കാർബ്സ് ആണ്, പൊട്ടാറ്റോ, പാസ്ത, അതുപോലെ തന്നെ പലതരം ഫ്രൂട്ട്സുകൾ, അങ്ങനെ ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ, എന്തൊക്കെയാണ് പ്രോട്ടീനിൽ വരുന്നത്? ചിക്കൻ ഉണ്ട്, മുട്ടയുണ്ട്, മീനുണ്ട്, പനീർ ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള പ്രോട്ടീൻ ആയിട്ടുള്ള ഫുഡ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഓക്കെ, ഇനി ഏതൊക്കെയാണ് ഫാറ്റുകൾ വരുന്നത്? നട്ട്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നെയ്യ് വരുന്നുണ്ട്, പീനട്ട് വരുന്നുണ്ട്, ബട്ടർ വരുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം നല്ല ഫാറ്റുകളിൽ പെടുന്നതാണ്. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള കലോറി കൂടിയിട്ടുള്ള ഒരു ഫുഡിന്റെ രീതി അല്ലെങ്കിൽ ആ ഡയറ്റ് ആയിരിക്കണം നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ട്. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഫോമിലും കറക്റ്റ് ആയിട്ടുള്ള രീതിയിലും നമ്മൾ വർക്കൗട്ട് ചെയ്യണം. പ്രോഗ്രസീവ് ഓവർലോഡ് നമുക്ക് വർക്കൗട്ടിൽ ഉൾപ്പെടുത്തണം. അതിൽ പറഞ്ഞ വേറൊരു കാര്യമാണ് കോമ്പൗണ്ട് മൂവ്മെന്റ്സ് ഉള്ള വർക്കൗട്ടുകൾ. ചെസ്റ്റ് പ്രസ് അടിക്കണം, ഡെഡ് ലിഫ്റ്റ്, സ്ക്വാട്ട്, അതുപോലെ റോ, അങ്ങനത്തെയുള്ള കോമ്പൗണ്ട് മൂവ്മെന്റ്സ് ഉള്ള വർക്കൗട്ടുകൾ നിങ്ങൾ വർക്കൗട്ടിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ട്രെയിനിങ്. എനിക്ക് പെട്ടെന്ന് ഗെയിൻ ആവണം, അല്ലെങ്കിൽ ഭയങ്കര മസിൽ അങ്ങോട്ട് വന്ന് തുളുമ്പണം എന്ന് വിചാരിച്ചുകൊണ്ടുള്ള ഓവർ ട്രെയിനിങ് മെത്തേഡ് അത് നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ഓവർ ട്രെയിനിങ് നമുക്ക് ചെയ്യാൻ പാടില്ല. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള വർക്കൗട്ടുകൾ റെസ്റ്റ് കൊടുത്ത് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ മസിലിന് ഡെവലപ്പ് ഉണ്ടാവുകയുള്ളൂ. മിനിമം 48 മണിക്കൂറെങ്കിലും നമ്മൾ ഒരു മസിൽ വർക്കൗട്ട് ചെയ്താൽ റെസ്റ്റ് ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സപ്ലിമെന്റ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പൊ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു ദിവസം കഴിക്കേണ്ട ഫുഡിന്റെ കലോറി അതിൽ ചിലപ്പോൾ മീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ഒരു 2000 കലോറി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഷെഡ്യൂളിൽ ചിലപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം ഒരു 1500 കലോറി ആയിരിക്കും കഴിക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോട്ടീൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. പ്രോട്ടീൻ സപ്ലിമെന്റ്സ് ആഡ് ചെയ്യാം, വെയിറ്റ് ഗെയിനേഴ്സും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നല്ല ബ്രാൻഡിന്റെയും നല്ല കണ്ടന്റ് ഉള്ളതും പ്യൂരിറ്റി ഒക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ എടുക്കുവാൻ ശ്രമിക്കുക. ചീപ്പ് ക്വാളിറ്റി പ്രോട്ടീൻസ് സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാതിരിക്കുക. ഓക്കെ, നല്ല ഒരു അതിനെക്കുറിച്ച് അറിവുള്ള ആളുടെ സജഷൻ എടുത്തതിന് മാത്രം നിങ്ങൾ ഇത് കൺസ്യൂം ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പൊ 3 പോയിന്റ് കഴിഞ്ഞു. നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ പ്രോപ്പർ റെസ്റ്റ് ആൻഡ് റിക്കവറി ആണ് നമുക്ക് വേണ്ടത്. നമ്മൾ മിനിമം 7 മുതൽ 8 മണിക്കൂർ വരെയെങ്കിലും നമ്മൾ ഒരു ഉറക്കം വളരെ നിർബന്ധമാണ്. ഓക്കെ, നമ്മുടെ റെസ്റ്റ് പ്രോപ്പർ ആയെങ്കിൽ മാത്രമേ നമ്മുടെ റിക്കവറിയും സാധ്യമാവുള്ളൂ. റിക്കവറി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഗെയിനിങ് നടക്കുകയുള്ളൂ. ഓക്കെ, ഓരോ വീക്കിലും നമുക്കുണ്ടാവുന്ന മാറ്റങ്ങൾ നമ്മൾ ഓരോ വീക്കിലും അത് മെഷർ ചെയ്യുക. നമ്മുടെ വെയിറ്റ് ഒരു വീക്കിൽ ഇന്നത്തെ വെയിറ്റ് എത്രയാന്ന് നോക്കുക, പിറ്റത്തെ വീക്കിൽ ആ വെയിറ്റിന് മാറ്റമുണ്ടോ എന്ന് നോക്കുക.
ആ ട്രാക്ക് ചെയ്യുന്ന രീതി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. വർക്കൗട്ടിലാണോ എനിക്ക് മാറ്റം വരുത്തേണ്ടത്, അതോ ഡയറ്റിലാണോ എനിക്ക് മാറ്റം വരുത്തേണ്ടത്, എവിടെയാണ് എനിക്ക് മിസ്റ്റേക്ക് വന്നുകൊണ്ട് ഞാൻ എവിടെയാണ് സ്റ്റോപ്പ് ആയിട്ടുള്ളത്, ഇത്രയും ദിവസം എനിക്ക് ഗെയിൻ ചെയ്തു, ഞാൻ എവിടെയെങ്കിലും സ്റ്റോപ്പ് ആയിട്ടുണ്ട്, എന്താണ് എനിക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് വളരെയധികം ഉപകാരപ്പെടുന്നതായിരിക്കും. ഓക്കെ, ഒരു കാര്യം ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ചുറ്റും നമ്മൾ കാണുന്ന ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. അവരുടെ ശരീരം കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ ഇതൊക്കെ പെട്ടെന്ന് ഉണ്ടായതാണോ എന്നൊക്കെ നമുക്ക് തോന്നലുണ്ടാവും. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരീരം പതിയെ പതിയെ പതിയെയാണ് അത് ഓരോന്നും റിസൾട്ട് തരികയുള്ളൂ. ആ ഒരു വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം. ഇതിന് നല്ല ഒരു ക്ഷമ ആവശ്യമാണ്. നമുക്ക് പല കുറുക്കു വഴിയിൽ കൂടിയും നമുക്ക് ബോഡീനെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്ന ബോഡി കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. ആ കുറുക്കു വഴികളൊന്നും നമുക്ക് എപ്പോഴും അതിന്റെ വാല്യൂവും അതുപോലെ തന്നെ അതിന്റെ വാലിഡിറ്റിയും വളരെ കുറവായിരിക്കും എന്നുള്ളത് ഓർക്കുക. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഗെയിനിങ് അവിടെ സാധ്യമാകുന്നതാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ കൂട്ടുകാരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്യുക. വിലയേറിയ കമന്റ്സും ലൈക്സും എനിക്ക് തരിക. ഓക്കെ, അടുത്ത വീഡിയോയിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് ഇനിയും നമുക്ക് കാണാം.